ഇപ്പോൾ ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമായി എന്നും അധികൃതർ പറയുന്നു. ഫൈസൽ ഹംസ വിവരങ്ങളുമായുണ്ട്. ഫൈസൽ, മൂന്നാം തവണയും ഒമാനിന് നേരെ ആക്രമണമുണ്ടായിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന്. മധു, ഇത് സംബന്ധിച്ച് UK മാരിടൈം ട്രേഡ് അതോറിറ്റി പറയുന്ന ഒരു കാര്യം, ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് ഒരു അൺനോൺ പ്രൊജക്ടൈൽ കപ്പലിന് നേരെ പതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു ഡ്രോൺ ആയിരുന്നോ അല്ലെങ്കിൽ മിസൈലിന്റെ ഭാഗങ്ങളാണോ എന്നുള്ള കാര്യമൊന്നും അവർ വ്യക്തമാക്കുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമല്ല, പക്ഷേ കപ്പലിൽ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു ഡെവലപ്മെന്റ് ആണ്. മേഖലയിലെ ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിടുന്നോ എന്നുള്ള ഒരു സംശയം ഉന്നയിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്കിന്റെ ഇരുവശത്തുമായി, അതായത് ഒമാൻ കടലിടുക്കിനും അതോടൊപ്പം തന്നെ അറേബ്യൻ കടലിടുക്കിലുമായി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് 150-ലേറെ ചരക്കു കപ്പലുകളാണ് എന്നുള്ളതാണ്. ആ കപ്പലുകളെല്ലാം എണ്ണക്കപ്പലുകളോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രകൃതിവാതകം നിറച്ച കപ്പലുകളോ ആണ്. ഒരു പക്ഷേ ആ കപ്പലുകളെ ഈ നിമിഷം ഇറാൻ ആ തരത്തിലുള്ള ലക്ഷ്യമിടലൊന്നും നടത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യുദ്ധം അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണെങ്കിൽ ഏത് തരത്തിലേക്കായിരിക്കും അത് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിലെല്ലാം ആശങ്കയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഫൈസൽ. അതായത് ഇറാൻ ഏതൊക്കെ സമയത്ത് കഴിഞ്ഞ വർഷം ഈ 12 ദിവസ യുദ്ധമുണ്ടായപ്പോഴും ലോകം ഏറ്റവും ആശങ്കയോടുകൂടി ഉറ്റുനോക്കിയത് ഹോർമൂസ് കടലിടുക്കിലേക്ക് തന്നെയാണ്. ഇരുവശത്തുമായി ഏതാണ്ട് 150 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് അവിടെ കിടക്കുന്നു, പിന്നീട് ആ ട്രാക്ക് റെഡിയാകുന്നു എന്നതിനപ്പുറത്തേക്ക് ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് നേരായ വെല്ലുവിളിയാണ്. ഇപ്പോൾ തന്നെ ഈ കടലിടുക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ വെല്ലുവിളിയാണ്. ലോകത്തെ സമ്മർദ്ദത്തിലാക്കുക ഇറാന്റെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. ലോകത്ത് ഊർജ വിതരണത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിവാതക വിതരണത്തിന്റെയും അതോടൊപ്പം തന്നെ ഓയിൽ വിതരണത്തിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെ 25% വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അത് ഇന്ത്യ, ചൈന രാജ്യങ്ങളെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊർജ വിതരണം വലിയ രീതിയിൽ തടസ്സമുണ്ടാക്കും. മാത്രമല്ല വലിയ രീതിയിൽ ഇന്ധനവില വർധനവിനും എല്ലാം വഴിവെക്കുന്ന ഒരു തീരുമാനമാണ് അത്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ UK പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ രീതിയിലുള്ള വ്യാപനത്തിലേക്കാണ് ഇടവരുത്തുക എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ഇറാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ദുബായിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ, ബഹ്റൈനിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അതത്ര നിസ്സാരമായ വാർത്തകളായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആ സ്ഫോടനങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർസെപ്ഷന്റെ ഭാഗമായി, മിസൈൽ പ്രതിരോധത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതല്ല. തുടർച്ചയായ ഇറാൻ കൃത്യമായി ലക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് തന്നെ അവർ ഡ്രോണുകൾ അയക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പൗരന്മാർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ, അമേരിക്കയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൊസാദുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ആ കേന്ദ്രങ്ങളെയെല്ലാം ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഇറാന്റെ അവകാശവാദം. ഇറാൻ അത് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിലെങ്കിലും ഈ കടലിടുക്കിന്റെ കാര്യത്തിലും ആശങ്കയുണ്ടാക്കുന്നത്. ഈ കപ്പലുകളെല്ലാം മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലുകളിൽ ഒട്ടുമിക്കതും വലിയ രീതിയിൽ ഇന്ധനം നിറച്ച, ലക്ഷക്കണക്കിന് ടൺ ഇന്ധനം നിറച്ച കപ്പലുകളാണ്. ആ കപ്പലുകൾക്ക് നേരെയും ഇറാൻ ലക്ഷ്യമിടുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം അവസാനവട്ട ആക്രമണം, ഇറാനിന് നേരെ അതിശക്തമായ ആക്രമണം ഉണ്ടായാൽ, ഒരു റെജിം ചേഞ്ചിലേക്ക് തന്നെ കാര്യങ്ങൾ പോയാൽ ഏറ്റവും അറ്റക്കൈ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തരത്തിലേക്കുള്ള ആക്രമണത്തിന് ഇറാൻ മുതിരുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മാധു, സർവനാശത്തിന് ലക്ഷ്യമിട്ടാലും അത് സ്വയം നാശത്തിന് കൂടി കാരണമാകുമല്ലോ. കാരണം ലോകത്തപ്പുറത്തുള്ളവരെല്ലാവരും ഒരൊറ്റ അച്ചുതണ്ടായി മാറില്ലേ ഫൈസൽ? തീർച്ചയായും മാധു, ഇന്നെന്തായാലും GCC വിദേശകാര്യമന്ത്രിമാരുടെ ഒരു അടിയന്തര യോഗം വീഡിയോ കോൺഫറൻസ് വഴി അല്പസമയത്തിനകം ചേരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിന് തന്നെ മുറിവേറ്റ സ്ഥിതിയാണ്. നേരത്തെ അൽ-ഉദൈദ് ബേസിൽ ഖത്തറിൽ ആക്രമണം നടത്തുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി ഇതല്ല. അന്ന് ഖത്തർ മധ്യസ്ഥ രാജ്യമാണ്. മാത്രമല്ല ഖത്തറിനെ അറിയിച്ചുകൊണ്ടുള്ള ഒരു വളരെ നിയന്ത്രിതമായ ഒരു ആക്രമണമായിരുന്നു. ഏറ്റവും കുറഞ്ഞ സ്ഫോടക ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. ഇന്ന് അതല്ല സ്ഥിതി. ഓരോ GCC രാജ്യങ്ങളെയും ഓരോ അയൽ രാജ്യങ്ങളെയും ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇറാൻ നേരത്തെ
ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ന്യായീകരണമുണ്ട്. അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അമേരിക്കയ്ക്ക് ഇത്തരം താവളങ്ങൾ അനുവദിച്ച് നൽകുമ്പോൾ, തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, തങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് ഏറ്റവും വേഗത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന വേദി എന്നുള്ള അല്ലെങ്കിൽ ഇടം എന്നുള്ള നിലയ്ക്ക് ഈ കേന്ദ്രങ്ങളെയെല്ലാം, അമേരിക്കയുടെ താല്പര്യ കേന്ദ്രങ്ങളെയും അവരുടെ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന് അവർ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺസുലേറ്റുകളുടെ ലക്ഷ്യമിടുന്നു, അതോടൊപ്പം തന്നെ അമേരിക്കൻ പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളെ ലക്ഷ്യമിടുന്നു എന്നുള്ളത് അത് കൂടുതൽ വ്യാപിപ്പിക്കുന്നു, ഇറാൻ കൂടുതൽ കടുപ്പിക്കുന്നു എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് GCCയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇറാനെതിരെ കൂടുതൽ കടുത്ത പ്രതികരണങ്ങൾ വരുന്നതും. മധു, ശരി. PR സുനിൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സുനിൽ, ഇപ്പോ വിവിധ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ഇടങ്ങളിൽ തുടരാനാണ്, അതായത് ഇവാക്യുവേഷന് പോലും നിൽക്കാതെ നിലവിൽ എവിടെയാണോ സുരക്ഷിതർ അവിടെ തുടരാനാണ് ആവശ്യപ്പെടുന്നത്. UK അടക്കമുള്ള രാജ്യങ്ങളെല്ലാം എങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ യുദ്ധ സാഹചര്യത്തെ നോക്കിക്കാണുകയും സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്? മധു, തീർച്ചയായും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ കാര്യം മാത്രമെടുത്താൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ മാത്രമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മലയാളികളുടെ എണ്ണം എടുത്താൽ പോലും ഏതാണ്ട് 5 മില്യണോളം മലയാളികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇന്ത്യയെ പോലെ മറ്റ് രാഷ്ട്രങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് രാഷ്ട്ര തലവന്മാരുമായി സംസാരിക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നത്. ഏതായാലും ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമായി ഇറാൻ മിഡിൽ ഈസ്റ്റിൽ, മധ്യ ഏഷ്യയിൽ ശക്തമായ ആക്രമണം അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ചെറുതല്ല, അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, വിമാന സർവീസുകളാകെ താറുമാറായ സാഹചര്യം. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എണ്ണ ഗതാഗതം, എണ്ണ വ്യാപാര മേഖലയാകെ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഒമാൻ ആക്രമണം ശക്തമാക്കിയതോടുകൂടി ഏതാണ്ട് 100-150 കപ്പലുകൾ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന വിവരങ്ങളുണ്ടല്ലോ സുനിൽ, അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. തീർച്ചയായും 15 ഇന്ത്യക്കാർ ഇപ്പോൾ ഒമാൻ തീരത്ത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഇറാൻ ആക്രമിച്ച ഈ കപ്പലിൽ 15 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ആ ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അവരെ സുരക്ഷിതരായി അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കപ്പൽ തീപിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എണ്ണ കയറ്റി വരുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഇനി കപ്പലുകൾക്ക് ഈ മാർഗത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതല്ല. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് 80 മുതൽ 85% വരെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഇതിൽ 30 മുതൽ 50% വരെ കടന്നു വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി വേണം. അപ്പോൾ ഈ മേഖലയിൽ ഒരു സംഘർഷമുണ്ടായാൽ, ഈ കടലിടുക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇന്ത്യയിലേക്ക് എത്തേണ്ട 30 മുതൽ 50% വരെയുള്ള എണ്ണ തടസ്സപ്പെടുകയാണ്. ഇന്ത്യ മാത്രമല്ല, ഇനി ചൈനയിലേക്കുള്ള എണ്ണ പോകുന്നതും ഇനി തടസ്സപ്പെടും. ചൈന ഏതാണ്ട് 90% എണ്ണ വാങ്ങുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഇത് വലിയ പ്രതിസന്ധിയായിരിക്കും ലോകക്രമത്തിലുണ്ടാക്കുക, സമ്പദ്ഘടനയിലുണ്ടാക്കുക. ഇത് ചെറിയ പ്രതിസന്ധിയല്ല, ഇത് വലിയ പ്രതിസന്ധിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം അത്രയ്ക്ക് വലിയ അനീതിയാണ് ഇറാനോട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ചെയ്തത് എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പക്ഷം എന്നത്. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയാണെങ്കിൽ ഇപ്പോൾ ഒരു അർത്ഥവുമില്ലാത്ത, ഒരു ശേഷിയുമില്ലാത്ത സംഘടനയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന ഒരു സംഘടനയായി ഐക്യരാഷ്ട്രസഭ പോലും മാറുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യമുണ്ട്. UK ആണെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഭാഗമാവുകയാണ്. ഇന്നലെ UK പ്രധാനമന്ത്രി പറഞ്ഞത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും, ബ്രിട്ടീഷ് വിമാനങ്ങൾ കൂടി ഇറാനെ ആക്രമിക്കാനുണ്ടാകും എന്നാണ് ഇന്നലെ ഇറാനെതിരായ യുദ്ധത്തിൽ ഓരോ രാജ്യങ്ങളും എടുക്കുന്ന നിലപാടുകൾ വ്യക്തമായി വരികയാണ്.